ആരെങ്കിലും ഒരാളെ കുറിച്ച് ഗീബത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമീമത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഏഷണിയോ ദൂഷണമോ അനാവശ്യമോ അപവാദമോ പറഞ്ഞു പരത്തിയിട്ടുണ്ടോ, മാപ്പ് ചോദിച്ചോ, മാപ്പ് ചോദിച്ചോ, മാപ്പ് ചോദിച്ചോ. ഇല്ല എങ്കിൽ മോനെ, നിന്റെ നിസ്കാരം ഞങ്ങള് നാളെ ആഖിറത്തിൽ പോയി പിടിച്ചു വാങ്ങുമെടാ. അനാവശ്യം പറഞ്ഞു പരത്തുന്ന വിഡ്ഢികളെ, വൃത്തികെട്ടവരെ, അപവാദം പറഞ്ഞു പ്രവർത്തിക്കുന്നവരെ, അതിലേക്ക് മെസ്സേജ് വിട്ടുകൊണ്ട് ഓരോ മനുഷ്യ മക്കളെയും വേദനിപ്പിക്കുന്നവരെ, മിണ്ടാതിരിക്കുന്നത് ഞങ്ങളുടെ കഴിവുകേട് കൊണ്ടാണെന്ന് ധരിക്കണ്ട. നാളെ ആഖിറത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ തിരുമുറ്റത്ത് വെച്ച് നീ ചെയ്ത അമലുകളുണ്ടല്ലോ, അത് പിടിച്ചു വാങ്ങാൻ കൊതി കൊണ്ടാണടോ മിണ്ടാത്തത്, അതല്ലാതെ പ്രതികരിക്കാൻ കഴിവില്ലാത്തത് കൊണ്ടല്ല. അപവാദം പരത്തുന്ന നെറികെട്ടവരെ, അല്ലാഹുവിന്റെ റസൂല് സഹാബത്തിന്റെ അരികിലേക്ക് കടന്നു വന്നുകൊണ്ട് ചോദിക്കുകയാ, അതദറൂന മൽ മുഫ്ലിസു. ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ സഹാബത്തിനോട് അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുകയാണ്, ആരാണ് ഒന്നുമില്ലാത്തവനെന്നറിയുവോ, ആരാണ് ഒന്നുമില്ലാത്തവരെന്നറിയുവോ സഹാബത്തെ? ഖുൽനാ, ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, അൽ മുഫ്ലിസു ഫീനാ മല്ലാ ദിർഹമ ലഹു വലാ മതാ. നബിയേ, ഞങ്ങളിൽ ഒന്നുമില്ലാത്തവൻ ദിർഹമുകളോ ദിനാറുകളോ ഇല്ലാത്തവനാണ് നബിയേ. ഉടുതുണിക്ക് മറുതുണിയില്ലാത്തവനാണ്, കുടിക്കാൻ വെള്ളമില്ലാത്തവനാണ്, കഴിക്കാൻ ഭക്ഷണമില്ലാത്തവനാണ്, പാവപ്പെട്ടവനാണ്, തന്റെ തല ചായ്ക്കാൻ ഒരു കിടപ്പാടമില്ലാത്തവനാണ് നബിയേ. അവരാണ് ഒന്നുമില്ലാത്തവൻ ഞങ്ങളിലെന്ന് സഹാബത്ത് മറുപടി പറഞ്ഞപ്പോ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ സഹാബത്തിനോട് പറയുകയാണ്, ലാ, അവരല്ല സഹാബത്തെ, അവരല്ല സഹാബത്തെ. അൽ മുഫ്ലിസു ഫീനാ, നമ്മുടെ സമുദായത്തിൽ, മുസ്ലിം സമുദായത്തിൽ പ്രവാചകന്റെ അനുയായികളിൽ ആരാണ് ഒന്നുമില്ലാത്തവനെന്നറിയുവോ? മൻ, ഒരുവനാണ്, ഒരുവനാണ്. യഅതി യൗമൽ ഖിയാമ, അവർ ഖിയാമത്ത് നാളിൽ വരുമത്രേ. ബിസലാ, നമസ്കാരത്തിന്റെ കൂമ്പാരവുമായി, സകാത്തിന്റെ കൂമ്പാരവുമായി, പരിശുദ്ധമായ റമളാനിന്റെ രാപ്പകലുകൾ അല്ലാഹുവിന് വേണ്ടി സജീവമായി പ്രവർത്തിച്ച നോമ്പിന്റെ ചൈതന്യവുമായി, വതിലാവത്തിൽ ഖുർആൻ, പരിശുദ്ധ ഖുർആനിന്റെ ഓരോ ആയത്തുകളുമായി, വഹജ്ജിൻ, ഹജ്ജുമായി, ഉംറയുമായി, സിയാറത്തുമായി, ഒരുപാട് ഒരുപാട് നന്മകളുടെ കൂമ്പാരവുമായി റബ്ബിന്റെ കോടതിയിലേക്ക് ഇവൻ കടന്നു വരികയാണ്. റബ്ബിന്റെ കോടതിയിൽ കടന്നു വന്നിട്ട് ഈ അമലുകളെല്ലാം അള്ളാന്റെ മുന്നിൽ സമർപ്പിച്ചിട്ട് സ്വർഗത്തിൽ കടക്കാനെന്നുള്ള വ്യാമോഹത്തോടെ സ്വർഗത്തിൽ കടക്കാൻ നിൽക്കുമ്പോ ഇതാ ഓപ്പോസിറ്റായി ഒരാൾ ഓടി വന്നുകൊണ്ട് റബ്ബിനോട് പറയുകയാണ്, നാദാ, നീ മലിക്കുൽ ജബ്ബാറാണ് അല്ലാ, നീ മാലിക്കുൽ മുലൂക്കാണ് അല്ലാ, ലോകത്തിന്റെ അതിപരാശക്തിയാണ് അല്ലാ. ദുനിയാവിൽ വെച്ച് ആരൊരാൾ ആക്രമിക്കപ്പെട്ടുവോ, ദുനിയാവിൽ വെച്ച് ആരൊരാൾ ആക്ഷേപിക്കപ്പെട്ടുവോ, ദുനിയാവിൽ വെച്ച് ആരൊരാൾ മർദ്ദിക്കപ്പെട്ടുവോ, അവർക്ക് നീതി നിന്റെ കോടതിയിൽ മാത്രമാണ് നാദാ. ദുനിയാവിൽ ഞങ്ങൾക്ക് നീതി ലഭിച്ചിട്ടില്ല റബ്ബേ. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞില്ലയോ, ലതുഅദ്ദുന്നൽ ഹുഖൂഖ ഇലാ അഹ്ലിഹാ ഹത്താ യുഖ്തസ്സ ലിശാത്തിൽ ജമ്മാഇ മിനൽ ഖർനാ. ഈ ഭൂലോകത്ത് വെച്ച് ഒരു കൊമ്പില്ലാത്ത ഒരാടിനെ കൊമ്പുള്ള ഒരാട് കുത്തി പരിക്കേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നാളെ മഹ്ശറ വൻസഭയിൽ ആ കൊമ്പില്ലാത്ത ആടിനെ അല്ലാഹു ഹാജരാക്കുകയാണ്. ആ പാവപ്പെട്ട ആടിനെ കുത്തി പരിക്കേൽപ്പിച്ച കൊമ്പുള്ള ആടുണ്ടല്ലോ, ആ ആടിനെയും അല്ലാഹു ഹാജരാക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൊമ്പില്ലാത്ത ആടിനോട് പറയുകയാണ്, ബലഹീനയായ ആടിനോട് പറയുകയാണ്, കുത്തു ആടേ. ആ ബലഹീനയായ ആടിനോട് പറയുന്നു, ആ ആരോഗ്യമുള്ള കൊമ്പുള്ള ആടിനെ കുത്തി പരിക്കേൽപ്പിക്കോ. അങ്ങനെ കൊമ്പില്ലാത്ത ആടിന് വേണ്ടി പ്രതികാരം നടപടി സ്വീകരിക്കുന്ന ഒരു സാഹചര്യമാണ് മഹ്ശറ വൻസഭയിലെങ്കിൽ അവിടെയാണ് ഫരീഖും ഫിൽ ജന്ന വ ഫരീഖും ഫിസ് സഈർ.
ഇവിടെ നമുക്ക് ഗ്രൂപ്പുണ്ട്, ഇവിടെ നമുക്ക് ആൾബലമുണ്ട്, ഇവിടെ നമുക്ക് ആയുധബലമുണ്ട്, ഇവിടെ നമുക്ക് രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകരുണ്ട്. എന്ത് തമ്മാടിത്തരങ്ങളും ആളുകളുടെ മുന്നിൽ ആക്ഷേപിച്ചാലും അധിക്ഷേപിച്ചാലും നിനക്ക് യെസ് വെക്കാൻ നൂറുകണക്കിന് ആളുകളുണ്ടോ. പക്ഷെ ആഖിറമുണ്ടല്ലോ, പടച്ച തമ്പുരാനുണ്ടല്ലോ. അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം, നിന്റെ നാവങ്ങനെ സീൽ വെക്കപ്പെട്ട് കഴിഞ്ഞാൽ നിന്റെ കയ്യാണടാ നാളെ പറയുക, അല്ലാഹുവേ എത്രയെത്ര പെണ്ണിനെതിരെ എത്രയെത്ര ആണിനെതിരെ ഈ കൈകൊണ്ട് ഞാൻ അപവാദം മെസ്സേജ് അയച്ചവനാണ് അല്ലാ, മെസ്സേജ് അയച്ചവനാണ് അല്ലാ, പോസ്റ്റർ ഒട്ടിച്ചവനാണ് അല്ലാ, പത്രത്തിലൂടെ എഴുതിയവനാണ് അല്ലാ. അപവാദം പറയപ്പെട്ട പാവപ്പെട്ടവരുണ്ടല്ലോ, ഗീബത്ത് പറയപ്പെട്ട പാവപ്പെട്ടവരുണ്ടല്ലോ, ഏഷണി പറയപ്പെട്ട പാവപ്പെട്ടവരുണ്ടല്ലോ, ദുനിയാവിൽ അപഹാസ്യരായി നിന്ദ്യരായി കഴിഞ്ഞുകൂടിയവരുണ്ടല്ലോ. റബ്ബിന്റെ കോടതിയിലേക്ക് കടന്നു വന്നിട്ട് അല്ലാഹുവിനോട് പറയും, നാദാ ഖദ് സഫക ഹാദാ ഖദ് സഫക ദമ ഹാദാ വളറബ ഹാദാ വഖദഫ ഹാദാ വഅകല മാല ഹാദാ. പടച്ചവനെ, ഈ ധിക്കാരി ആരെന്നറിയോ? എന്നെ കുറിച്ച് അപവാദം പറഞ്ഞവനാണ് റബ്ബേ, അപരാധം പറഞ്ഞവനാണ് റബ്ബേ. കേട്ടറിവ് പോലുമില്ലാത്ത, കണ്ടറിവ് പോലുമില്ലാത്ത അപവാദം പറഞ്ഞു പരത്തിയവനാണ് അല്ലാ. പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ എടുത്തിട്ട്, പ്രഭാഷണങ്ങൾ എടുത്തിട്ട്, ക്ലിപ്പുകൾ ലോകത്തിന്റെ മുന്നിൽ വ്യാപിപ്പിച്ചുകൊണ്ട് പാവപ്പെട്ട സമുദായത്തെ തമ്മിലടിപ്പിക്കാനും അവരുടെ ഹൃദയത്തിന്റെ സന്തോഷം തകർത്തെറിയാനും വേണ്ടി അഹോരാത്രം പാടുപെട്ടവനാണ്. റമദാൻ മാസമെന്നോ ഹജ്ജിന്റെ മാസമെന്നോ അതല്ലാത്ത മാസമെന്നോ ഇല്ലാതെ ഒരു മുസ്ലിം അടുത്ത മുസ്ലിമിനെ ആക്ഷേപിച്ചുകൊണ്ട്, ഒരു സമുദായം അടുത്ത സമുദായത്തെ ആക്ഷേപിച്ചുകൊണ്ട്, ഒരു മൗലവി അടുത്ത മൗലവിയെ ആക്ഷേപിച്ചുകൊണ്ട് അനാവശ്യങ്ങളെ പ്രചരിപ്പിച്ച് നടന്നവനാണ് നാദാ. അതുകൊണ്ട് നീ നീതി നൽകണമല്ലാ, നീതി നൽകണമല്ലാ. പടച്ചവരെ, എന്റെ സ്വത്തും മുതലും അകാരണമായി തിന്നവനാണ്, എന്നെ അകാരണമായി അടിച്ചവനാണ്, എന്നെ അകാരണമായി വേദനിപ്പിച്ചവനാണ്. അതുകൊണ്ട് മലിക്കുൽ ജബ്ബാർ നീയാണ്, ആദിൽ നീയാണ്, നീതിമാൻ നീയാണ്, എനിക്ക് മറുപടി താ റബ്ബേ എന്ന് ദുനിയാവിൽ അപവാദം പറയപ്പെട്ടവരുണ്ടല്ലോ, ആരോപിക്കപ്പെട്ടവരുണ്ടല്ലോ, ആക്ഷേപിക്കപ്പെട്ടവരുണ്ടല്ലോ, നിന്ദ്യരാക്കപ്പെട്ടവരുണ്ടല്ലോ, മർദ്ദിക്കപ്പെട്ടവരുണ്ടല്ലോ. റബ്ബിന്റെ കോടതിയുടെ മുന്നിൽ വെച്ച് പറയുമ്പോ അല്ലാഹു ഈ അമലുകൾ ചെയ്തവന്റെ മുഴുവൻ നന്മകളും പരിശോധിക്കുകയാണ്. മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. ഒന്നുപോലും വിടാതെ പള്ളി പുള്ളി വിവരണ വ്യത്യാസമന്നെ പകലില്ലാതെ അധ്വാനിച്ചവനുണ്ടാക്കിയ ഓരോ നന്മകളും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മലക്കുകളോട് പറയുകയാ.